നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ. ഇതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ പി രാജീവ്, പി പ്രസാദ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറി ഭക്ഷണം കഴിച്ച ആദ്യ ഈഴവ പയ്യന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശനെന്ന കൃഷിമന്ത്രി പി പ്രസാദ്. വെള്ളാപ്പള്ളിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള മുതൽ മുടക്ക് ധൈര്യമാണെന്നും പി പ്രസാദ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേഡർ പാർട്ടിയായിരുന്ന BJP അലവലാതി പാർട്ടിയായെന്നും വെള്ളാപ്പള്ളി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് വിപുലമായ ഒരുക്കങ്ങൾ. നവംബർ 28 മുതൽ ഡിസംബർ 3 വരെയാണ് കലോത്സവം നടക്കുന്നത്. 13 വേദികൾ, 316 ഇനങ്ങളിലായി 6000 കുട്ടികൾ പങ്കെടുക്കും. CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി B സലിമിനെ തെരഞ്ഞെടുത്തു. 2 ദിവസങ്ങളിലായി കഞ്ഞിക്കുഴിയിലെ PP സ്വാതന്ത്ര്യം സ്മാരക ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 3.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വിരമരുന്ന് നൽകുന്നത്. വാർത്തകൾ വിശദമായി. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മന്ത്രിമാരായ പി രാജീവ്, പി പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു. കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് ആദരവും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുമന്ദിരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. കണിച്ചുകുളങ്ങര ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ദീപപ്രകാശനം നിർവഹിച്ചു. ശതാബ്ദി സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. എല്ലാവർക്കും മികച്ചതും ശോഭനമായ ഭാവി ഉറപ്പാക്കുവാൻ നമുക്ക് അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകളെ പിന്തുടരാം. കണിച്ചുകുളങ്ങര സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവേളയിൽ ഈ സ്കൂളിനടക്കം അഭിവൃദ്ധിക്ക് SNDP പ്രസ്ഥാനവും വെള്ളാപ്പള്ളി നടേശനും നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ്. മറ്റു രാജ്യങ്ങളുമായും സംസ്ഥാനങ്ങളുമായും ആശയവിനിമയം നടത്തി നൂതന അക്കാദമി ആനുകൂല്യങ്ങളും സേവനങ്ങളും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്പലത്തിന്റെ കാര്യം VS ആണ് നിർത്തിയത്. കാരണം ഇവിടുത്തെ പടയണി ഈ അനാചാരങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആചാരം നടപ്പില്ല. അത് ഞാൻ ശ്രമിച്ചു. അങ്ങനെ 63 പഞ്ചായത്ത് തൊട്ടെങ്കിൽ 64 ഇവിടെ ഞാൻ ഇലക്ഷനിൽ ഇവിടെ കയറി. ഇലക്ഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിൽ മുഴുവൻ 60 പെരകളാണ്. 65 കൊല്ലങ്ങൾക്കുണ്ട്. ഒരു വീട്ടിൽ പോലും ചൊവ്വയുള്ള കറണ്ടില്ല. മെഴുകുകയും മണ്ണെണ്ണച്ച് പിന്നെ റാന്തലില്ലാതെ ഇറങ്ങുമില്ല. റോഡില്ല, തോടൊന്നുമില്ല. ഞാനിവിടെ എല്ലാം നടന്നു ചെല്ലും. ഈ മണലാരണ്യത്തിൽ അന്നും ഞാൻ എൻ്റെ അച്ഛനില്ല. വീട്ടിലെല്ലാം വലിയ പ്രതാപത്തിൽ കഴിയുന്നത് എൻ്റെ വീടാണ്. കാരണം ആനയുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. 1.5 ലക്ഷത്തോളം നാളികേരം കിട്ടും. എന്നാലും അമ്മ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നുണ്ട്. ഞാനിതെല്ലാം ഇറങ്ങി ഓരോ പാവപ്പെട്ടവൻ്റെ ഇവിടെ ഇരിപ്പുള്ളത് ഒരു മകനിരിപ്പുണ്ട്. പെരക്കരാവിൻ്റെ മകൻ ഇരിപ്പുണ്ട്. വലിയ പണക്കാരനാണ്. അയാളുടെ വീട്ടിൽ വരെ കുത്തി ചെല്ലുമ്പോൾ വീട്ടിൽ കയറാൻ നിർത്തിയില്ല. അവർ ചിക്കുവായിട്ട് വരും. ആ ചിക്കുവായിരുന്ന് അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അവരെ സംഘടിപ്പിച്ച് അവർ തന്നെ മെഴുകുതിരി കത്തിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണച്ചിപ്പിന് കട്ടൻ കാപ്പി റിസ്ക് വാങ്ങിയതാണ്. ഇങ്ങനെ നടന്ന് ഈ 1.5 പഞ്ചായത്ത് മുഴുവൻ ഞാൻ നടന്ന് ഓരോ വീടുകളും സംഘടിപ്പിച്ചാണ് അന്ന് ഇത് പിടിച്ചെടുത്തത്. മന്ത്രി പി രാജീവ് ഗുരുദേവ പ്രതിഷ്ഠ സുവർണ ജൂബിലി സന്ദേശം നൽകി. ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് വജ്ര ജൂബിലി ആഘോഷിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കൃഷിമന്ത്രി പി പ്രസാദ് ആദരിച്ചു. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, പഞ്ചായത്ത് അംഗം മിനിമോൾ സൂര്യത്ത്, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VK അശോക് കുമാർ, ചേർത്തല DEO AK പ്രതീഷ്, AEO C മധു,
SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി EG ബാബു എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ T പ്രസന്നകുമാർ സ്വാഗതവും ദേവസ്വം സെക്രട്ടറി PK ധനേശൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കാലാതിവർത്തിയാണെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശ്രീനാരായണ ദർശനങ്ങൾ അനിവാര്യമാണെന്നും വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ഇന്നത്തെ ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും പ്രസക്തമായ ദർശനമാണ്. സങ്കുചിതത്വമാണ് ഇന്ന് ശക്തിപ്പെടുന്നൊരു ഘടകം. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ വംശം, എൻ്റെ നാട്, എൻ്റെ രാജ്യം, ഇങ്ങനെ ചുരുങ്ങിയുള്ള കാഴ്ചപ്പാട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും പല സ്വഭാവത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗുരുദേവ ദർശനം കൂടുതൽ പ്രസക്തമാകുന്നത്. പല മതസാരവും ഏകമാണ്, എല്ലാം ഏകമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന അദ്ദേഹത്തിന്റെ നിലപാട്. എത്രയോ ആഴത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കാലാതിവർത്തിയായി ഗുരുദേവ ദർശനം വിൽക്കുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. ഇന്ന് നമുക്ക് തോന്നുമ്പോൾ ഇന്നത്തെ കാലത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരുദേവൻ ഇത് പറഞ്ഞത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ദീർഘവീക്ഷണത്തോടെ ഒരു ദർശനം കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നുള്ളതാണ്. തൻ്റെ മതം മാത്രമാണ് ശരി, തൻ്റെ മതം മാത്രം മതി, അല്ലെ തൻ്റെ ജാതി മാത്രമാണ് ശരി, അത് മാത്രം മതി, തൻ്റെ വംശം മാത്രമാണ് ശരി, അത് മാത്രമാണ് വേണ്ടത് എന്ന ചിന്ത വരുമ്പോഴാണ് എല്ലാത്തിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് തന്നെയാണ്. അതാണ് ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംവാദത്തിൽ ഉയർത്തപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പൊ ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം, അതിൻ്റെ ബന്ധപ്പെട്ട പരിപാടികൾ, ചതയ ദിനം, ഇങ്ങനെയൊക്കെ പോയാൽ ഇപ്പൊ ഞാൻ ഉദ്ധരിക്കുമ്പോഴെല്ലാം ചെറായി പ്രസംഗം മാത്രമാണ്. ചെറായിലാണ് അദ്ദേഹം പറഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് വ്യവസായമാണെന്നാണ്. ഇപ്പൊ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇപ്പൊ നേരത്തെ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ ചെറായി പ്രസംഗം പറയാം. ഇനി നമുക്ക് വ്യവസായം വേണം. ആദ്യം കണ്ണാടി പ്രതിഷ്ഠ, ആദ്യം ശിവലിംഗ പ്രതിഷ്ഠ, പിന്നെ കണ്ണാടി പ്രതിഷ്ഠ. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനവനെ തിരിച്ചറിയാം. കണ്ണാടിന് മുമ്പിൽ നോക്കുമ്പോൾ വേറെ ആരെയും കാണില്ല, അവനവനെ കാണും. അവനവനെ തിരിച്ചറിയുക. അവനവനെ തിരിച്ചറിയൽ പ്രധാനപ്പെട്ട ഒരു മുന്നുപാധിയാണ്, മനുഷ്യനെ ജീവിക്കേണ്ട മുന്നുപാധിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. ഞങ്ങളൊക്കെ പ്രസാദ് ഞാനും എല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വന്നവരാണ്. അന്ന് ഞങ്ങൾ പറയും ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകൻ പൗലോ ഫ്രയർ ഉണ്ട്. പൗലോ ഫ്രയറിന്റെ ചിന്തയാണ് വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം. ലോകത്ത് അംഗീകരിക്കപ്പെട്ടത് പൗലോ ഫ്രയറുടെ ചിന്തയാണ്, ബ്രസീലിയൻ ചിന്തകൻ. എന്നാ പൗലോ ഫ്രയർ ജനിക്കുന്നത് മുൻപ് 3 വർഷം മുമ്പ് മരിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം തിരികെ ലോകം അംഗീകരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് വിദ്യാഭ്യാസമെന്ന ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ബ്രസീലിയൻ ചിന്തകൻ ജനിക്കുമ്പതിന് 3 വർഷം മുമ്പ് മരിച്ച ശ്രീനാരായണ ഗുരുദേവനാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന കാഴ്ചപ്പാട് ഒരു പക്ഷെ ലോകത്തിന് മുൻപിൽ ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നെയാണ് ഇനി വ്യവസായം വേണം. ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. വിദ്യാഭ്യാസം, വ്യവസായം, തൊഴിൽ, ഇതെല്ലാം പല ഘട്ടങ്ങളാണ്. അപ്പൊ ഇന്ന് ഗുരുദേവ ദർശനം പ്രായോഗികമാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സംരംഭകരാകണം. അതാണ് ഇന്നത്തെ വ്യവസായമാണ് ഇനി വേണ്ടത് എന്ന ഗുരുദേവ ദർശനം ഏറ്റവും പ്രസക്തമായ സന്ദർഭമാണത്. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ കാലത്തിനു മുമ്പേ നടന്ന ആശയങ്ങളാണെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. കണിച്ചുകുളങ്ങരയിൽ സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ദർശനങ്ങൾ മൂലം ഒരു കാലത്ത് നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞു. ഇന്ത്യയിലും ലോകത്തും ഗുരുവിൻ്റെ ദർശനങ്ങൾ ഇന്നും ഏറെ പ്രസക്തമാണ്. കാലാതിവർത്തിയായി ആ ദർശനങ്ങൾ നിലകൊള്ളുന്നു. എല്ലാ മതങ്ങളുടെയും സത്ത് ഒന്നു തന്നെയാണെന്ന് ഗുരു പഠിപ്പിച്ചു. ഗുരു പറഞ്ഞതുപോലെ വ്യവസായത്തിലൂടെ നാട് വളരുകയാണെന്നും ഗുരുദർശനങ്ങൾ മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ് ചേർത്തല. ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയ കാലത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിൽ കയറി ഊണ് കഴിച്ച ഈഴവ പയ്യൻ്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള നിക്ഷേപം ധൈര്യമാണെന്നും P പ്രസാദ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുടക്കുമുതൽ എന്ന് പറയുന്നത് ധൈര്യമാണ് എന്നും ആ ധൈര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിൽ ഞാൻ കാണുന്നത് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു ലോറി ആരുടെയും ഒരു ഗുരുനാഥൻ പോലും ഇല്ലാതെ പഠിക്കുന്ന പലചരക്കട നടത്തി പൊളിയുന്ന ഒരാൾ കോടികളുടെ കരാർ കച്ചവടത്തിലേക്ക് നീങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്.
ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മുടക്ക് മുതൽ എന്ന് പറഞ്ഞ ധൈര്യമാണ്. ആ ധൈര്യമാണ് പിന്നീട് ഇങ്ങോട്ട് എല്ലാ രംഗങ്ങളിലേക്കും അദ്ദേഹത്തെ എത്തിച്ചത്. പ്രതിസന്ധികളിൽ പതറാതെ ധൈര്യത്തോടെ മുന്നേറാനുള്ള അസാധാരണമായ ധൈര്യമാണ് വെള്ളാപ്പള്ളിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള പ്രധാന ഘടകം. ചെറിയ പ്രായം മുതൽ അദ്ദേഹം കാണിച്ച ധൈര്യമാണ് ഇപ്പോഴത്തെ നിലയിലെത്തിച്ചത്. ജാതി പ്രമാണിമാർ ഉറഞ്ഞുതുള്ളിയ കാലത്ത് വൈക്കം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ കയറി ഒരു ഈഴവ പയ്യൻ ഊണ് കഴിച്ചിരുന്നു. ആ കുട്ടിയുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. വൈക്കത്തിൻ്റെ വഴികളിലൂടെ, അമ്പലത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സാധാരണ മനുഷ്യർക്ക് നടക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോഴാണ് ടി കെ മാധവന്റെ മുൻകൈയിൽ, ടി കെ മാധവൻ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ നാരണ മെമ്പർഷിപ്പ് പോലുമില്ല. ടി കെ മാധവനാണ് ആ സമരത്തിന്റെ ജീവാത്മാവും പരമാത്മാവും. എന്തെല്ലാമാണോ അതെല്ലാം പറയാൻ പറ്റുന്നെങ്കിലും ടി കെ മാധവനെയാണ്. ടി കെ മാധവന്റെ മുൻകൈയിൽ ആ സമരം നടന്നതാണ്. ആ വൈക്കത്തിന്റെ അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ ഒരു ഈഴവ കുട്ടി ഉണ്ണാൻ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആദ്യമായി വൈക്കം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറിയിരുന്ന ഉണ്ട ഈഴവ കുട്ടികളുടെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് എന്നുള്ളത് കൂടി നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആർ ശങ്കറിന് ശേഷം SNDPയുടെയും SN ട്രസ്റ്റിൻ്റെയും തലപ്പത്ത് ഒന്നിച്ചെത്തിയ ആളാണ് വെള്ളാപ്പള്ളി. ഇത്രയും ദീർഘനാൾ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന മറ്റൊരാൾ ഇല്ലെന്നും പി പ്രസാദ് പറഞ്ഞു. ആർ ശങ്കറിന് ശേഷം ഒരേ സമയം SN ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും ഇത്തരം ചുമതലകളിലേക്ക് അമരത്തെത്തിയ ഒരേ ഒരാളിന്റെ പേരേ ഉള്ളൂ. ആ പേരുകാരനും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. ടൈനോസ് ചേർത്തല. കേഡർ പാർട്ടിയായിരുന്ന BJP അലവരാതി പാർട്ടിയായി മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ 2000 വോട്ടിൻ്റെ വ്യത്യാസമില്ല. കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്ക് പറയാനുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ്. കേഡർ പാർട്ടിയായിരുന്ന BJP അലവരാതി പാർട്ടിയായി. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ മൈക്ക് വെച്ച് പറയുന്നു. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഒരു അലവരാതി പാർട്ടിയായി ഇപ്പോൾ മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന BJP ഒരു അലവരാതി പാർട്ടിയായി മാറിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? കണ്ടില്ല, കോർപ്പറേഷൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്. നമ്മൾ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലുണ്ടാകും. അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത്. ഇത് മൈക്ക് കെട്ടി പറയണം നടക്കുന്നത്. അത് വളരെ മോശം. മാത്രമല്ല ഈ BJPയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഒരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ചടക്കമില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയാണ്. ആര് ചെയ്താലും അത് ശരിയല്ല. ഏത് പാർട്ടി ആയാലും ശരിയല്ല. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് വിപുലമായ ഒരുക്കങ്ങൾ. നവംബർ 28 മുതൽ ഡിസംബർ 3 വരെയാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 13 വേദികൾ, 316 ഇനങ്ങളിലായി 6000-ലേറെ പ്രതിഭകൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ാം തീയതി നമ്മുടെ രചനാ മത്സരങ്ങൾ ആരംഭിക്കുന്നു. 29, 30, 2, 3 തീയതികളിൽ ഏകദേശം 13 വേദികളിലായിട്ടാണ് 6000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു കലാമേള ഇവിടെ അരങ്ങേറുന്നത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ പ്രോത്സാഹനവും വേണ്ടുവോളം പബ്ലിസിറ്റിയും ഒക്കെ ആവശ്യമാണ്. സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഏകദേശം 5ഓളം സ്കൂളുകളാണ് നമ്മുടെ വേദിയായിട്ട് എടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള്, BEd സെൻറ്റർ, സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂള്, കായംകുളം ഗവൺമെൻറ് UP സ്കൂള്, കായംകുളം LPS, ഓട്ടിസം സെൻറ്റർ, BRC ഹാള്, കൂടാതെ ഗവൺമെൻറ് ഗേൾസ് ആണ് ഞങ്ങളിപ്പോൾ 1ാം വേദിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഡാൻസ് പ്രോഗ്രാംസ്, ഒപ്പന ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ കുഴഞ്ഞു വീഴുന്നതും ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മെഡിക്കൽ സംവിധാനങ്ങൾ എല്ലാ കാലത്തേക്കാളും മെച്ചപ്പെടുത്തിയെടുക്കണമെന്നൊരു പ്ലാൻ ആലോചന പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ ചെയർമാന്മാർ ആയിട്ടുള്ളവരുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അവരും ഒരു ഡയറക്ഷൻ വെച്ചു. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ പ്രധാന വേദികളോടും ചേർന്ന് ഒരു മെഡിക്കൽ റൂം സജ്ജീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആംബുലൻസ് സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ സേവനം 5 മണി വരെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ
പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടും ചോദിക്കാം. പിന്നെ കഴിവതും ഗവൺമെൻറ് സെക്ടറാണ് എപ്പോഴും നമുക്കൊരു ഓതൻറ്റിക് ആയിട്ടുള്ളത് എങ്കിൽ പോലും നമുക്ക് സർവീസ് തരാൻ തയ്യാറാവുന്നവരെ നമുക്ക് ഒന്ന് കൂട്ടിച്ചേർത്ത് കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളം നഗരത്തിന്റെ വിവിധ സ്കൂളുകളിൽ നടക്കും. കലോത്സവ രജിസ്ട്രേഷൻ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 28 ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രചനാ മത്സരങ്ങളും 29 മുതൽ കായംകുളം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 13 വേദികളിലായി വിവിധ മത്സരങ്ങളും ആരംഭിക്കും. മുഖ്യവേദിയായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മറ്റു വേദികളായ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, BEd സെന്റർ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാപീഠം, കായംകുളം ഗവൺമെന്റ് UP സ്കൂൾ, കായംകുളം LPS, ഓട്ടിസം സെന്റർ, BRC ഹാൾ എന്നിവിടങ്ങളിലാണ് 4 ദിവസമായി നടക്കുന്ന കലയുടെ മാമാങ്കം അരങ്ങേറുന്നത്. കലാമേളയ്ക്ക് മൊത്തം 316 ഇനങ്ങളിലായി 6000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭ, നഗരസഭ വൈസ് ചെയർമാൻ J ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, പബ്ലിസിറ്റി ചെയർമാൻ നവാസ് മുണ്ടകത്തിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ്, കൗൺസിലർമാരായ റജി, AP ഷാജഹാൻ, ആലപ്പുഴ DDE സബ് കമ്മിറ്റി കൺവീനർമാരായ മെഹ്റലി അമാൻ, ഗോപികൃഷ്ണൻ, ഉദയകുമാർ, ബീന, റംലത്ത്, ഷാജു, PM രാജ്, അധ്യാപക സംഘടനാ നേതാക്കളായ I ഹുസൈൻ, അശോക് കുമാർ, അനസ് M അഷ്റഫ്, A മുജീബ്, അനിൽ ബോസ്, ശ്രീകുമാർ S എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, കായംകുളം. CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിന് സമാപനമായി. B സലിമിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കഞ്ഞിക്കുഴിയിലെ PP സ്വാതന്ത്ര്യം സ്മാരക ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയായി B സലിമിനെ തെരഞ്ഞെടുത്തു. കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാതയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയോടെ സമ്മേളനം സമാപിച്ചു. 22 അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. B സലീമാണ് ഏരിയ സെക്രട്ടറി. 3 ടേം കഴിഞ്ഞതിനാൽ S രാധാകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. മുതിർന്ന അംഗങ്ങളായ PS കുഞ്ഞപ്പൻ, KN കാർത്തികേയൻ എന്നിവരെ പ്രായത്തിൻ്റെ നിയന്ത്രണമുള്ളതിനാൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. KK ചെല്ലപ്പനെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. CV മനോഹരൻ, അഡ്വക്കേറ്റ് D പ്രിയേഷ് കുമാർ, CC ഷിബു എന്നിവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. കണ്ണർകാട് ലോക്കൽ സെക്രട്ടറിയായ KN കാർത്തികേയനെ ക്ഷണിതാവായി തീരുമാനിച്ചു. ജില്ലാ സെക്രട്ടറി R നാസർ, അഡ്വക്കേറ്റ് K പ്രസാദ്, G വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, മനു C പുളിക്കൽ, VG മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേരത്തെ റാലിയും സമ്മേളനവും നടന്നതിനാൽ പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കിയിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. CPM അരൂർ ഏരിയ സമ്മേളനത്തിനും സമാപനമായി. 2 ദിവസങ്ങളിലായി പൊന്നാമലയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാമലി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ S ബാഹുലയൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. ഞായറാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനം തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി NB ഷിബുവിനെ തെരഞ്ഞെടുത്തു. 21 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായിരുന്ന PK സാബു കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു. R പൊന്നപ്പനെ ക്ഷണിതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 22 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 144 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പൊന്നാമലയിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിരുദ്ധമായ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തണം. ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു പള്ളിയുടെ അടിത്തറ എവിടെയാണെന്ന് കണ്ടെത്തി പൊളിക്കാൻ തീരുമാനിച്ചു. പൊളിച്ച് ആ പൊളിച്ചതിന്റെ ഫലമായി 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് രാജ്യം ഭരിക്കാൻ അധികാരം കിട്ടാൻ കഴിഞ്ഞു എങ്കിൽ ഇന്ന് വന്ന BJPയുടെ പിന്നോക്കാവസ്ഥയ്ക്കും പിന്നോട്ടടിക്കും പരിഹാരം കാണാൻ നമ്മുടെ രാജ്യത്ത് ഇനിയുമുള്ള മസ്ജിദുകളുടെ ചരിത്രം പരിശോധിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ RSS BJP കൈകാര്യം ചെയ്തത്. കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. സ്വാഗത സംഘ കൺവീനർ PK സാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NB ഷിബു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K പ്രസാദ്, H സലാം, PP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് മനു C പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AM ആരിഫ് XMB, ദലീമ ജോജോ MLA തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലയിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലാകെ 3.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വിരമരുന്ന് നൽകുന്നത്. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കെൽനയ്ക്ക് ഗുളിക നൽകി നിർവഹിച്ചു.
ബോധവൽക്കരണ പോസ്റ്ററുകൾ സ്കൂൾ പ്രഥമാധ്യാപിക ലത ടോമിക്കും 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അൽഫോൺസയ്ക്കും കൈമാറി പ്രകാശനം ചെയ്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കോശി സി പണിക്കർ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ്, ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് റംല ബീബി, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജനി ജി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ 3.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്കാണ് വിരമരുന്ന് നൽകുന്നത്. ടൈനോസ് ആലപ്പുഴ. അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് 18ാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എച്ച് സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 17 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നത്. എച്ച് സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എച്ച് സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പുറക്കാട് പഞ്ചായത്ത് 18ാം വാർഡിലാണ് അംഗൻവാടി നിർമ്മിക്കുന്നത്. എച്ച് സലാം MLA നിർമ്മാണ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയൊരു സമ്പൂർണമായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയുള്ളൊരു ലക്ഷ്യമാണ് പ്രദേശഭരണ സ്ഥാപനത്തിന്റെ കൂടി സഹായത്തോടുകൂടി MLA എന്നുള്ളതിൽ ഞാൻ കൂടി മുന്നോട്ട് വെച്ച് പദ്ധതി. അതേതാണ്ട് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് പണം മാറ്റിവെക്കാൻ കഴിയുന്ന അവർ മാറ്റിവെക്കുകയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എന്നുള്ള നിലയിൽ ഓരോ സംവിധാനത്തിൻ്റെയും കൈവശമുള്ള പൈസ അതിനായി മാറ്റിവെക്കപ്പെടുകയും അതിന് പുറമേക്ക് നൽകാൻ കഴിയുന്ന MLA എന്ന നിലയിൽ MLA ഫണ്ട് കൊടുക്കാൻ കഴിയുന്നത് പരമാവധി കൊടുത്തുകൊണ്ട് നമ്മുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്ന അംഗൻവാടികൾ ഏറ്റവും മികച്ച സൗകര്യം ഒരുക്കാൻ വേണ്ടി ഒരു സമീപനമാണ് നമ്മൾ പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ രാജേഷ്, K രാജീവൻ, അഡ്വക്കേറ്റ് VS ജിനുരാജ്, CDPO S സുജാദേവി, ICDS സൂപ്പർവൈസർ S സന്ധ്യ, പഞ്ചായത്ത് സെക്രട്ടറി B ഇന്ദു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി സ്വാഗതം പറഞ്ഞു. കേരളം കണികണ്ടുണരുന്ന നന്മ. മിൽമയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും. ദേശീയ ക്ഷീര ദിനാചരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ പുന്നപ്രയിലെ മിൽമ ഡയറി സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കിയിരുന്നു. എല്ലാ ദിവസവും കുടിക്കുന്ന മിൽമ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് കണ്ടതിൻ്റെ അത്ഭുതത്തിലും സന്തോഷത്തിലുമായിരുന്നു വിദ്യാർത്ഥികൾ. കൂടാതെ കേരളം കണികൊണ്ടുണരുന്ന മിൽമയുടെ ചോക്ലേറ്റും ഐസ്ക്രീമും പായസവും ഒക്കെ വാങ്ങി വയറുനിറയെ കഴിക്കുകയും ചെയ്തു. ദേശീയ ക്ഷീരദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുന്നപ്ര മിൽമ ഡയറി സന്ദർശിക്കാൻ മിൽമ അവസരമൊരുക്കിയത്. തിങ്കളാഴ്ച രാവിലെ 10 മുതലാണ് സന്ദർശനം ആരംഭിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മിൽമ സന്ദർശിക്കാനെത്തിയത്. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നും സംഭരിക്കുന്ന പാൽ ഡയറിയിൽ പാസ്ചറൈസ് ചെയ്ത് രോഗാണുവിമുക്തമാക്കി യന്ത്രസഹായത്തോടെ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ സന്ദർശകർക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനായി. മിൽമയുടെ മറ്റുൽപ്പന്നങ്ങളായ നെയ്യ്, തൈര് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഡയറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിനുമുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഡയറിയുടെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. മിൽമയുടെ വിവിധ ഉൽപ്പന്നങ്ങളായ നെയ്യ്, തൈര്, ഐസ്ക്രീം, പേട, പനീർ ബട്ടർ, ഗുലാബ് ജാമുൻ, ചോക്ലേറ്റുകൾ, സിപ്പപ്പ്, മാംഗോ ജ്യൂസ്, ഫ്ലേവേർഡ് മിൽക്ക്, കേക്കുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ പ്രത്യേക സ്റ്റാളുകളിൽ നിന്നും ലഭ്യമായിരുന്നു. മാർക്കറ്റിംഗ് സെൽ യൂണിറ്റ് മേധാവി അനുഷ TA, സെൻട്രൽ പ്രോഡക്ട്സ് ഡയറി യൂണിറ്റ് മേധാവി ശ്യാമകൃഷ്ണൻ, മാർക്കറ്റിംഗ് സെൽ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർമാരായ അഖിൽ S കുമാർ, കൃഷ്ണപ്രിയ K, സജിന TK എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത്. മിൽമ സന്ദർശിക്കാനുള്ള അവസരം ചൊവ്വാഴ്ചയും ഉണ്ടാകുമെന്ന് മാർക്കറ്റിംഗ് സെൽ യൂണിറ്റ് മേധാവി അനുഷ TA പറഞ്ഞു. നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മിൽക്ക് ഡേ നവംബർ 25, 26 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മിൽക്ക് ഡേ ആചരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയിപ്പ് കൊടുത്തതനുസരിച്ച് വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ വളരെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ഡയറി കാണുവാനും മിൽമയുടെ ഡയറി കാണുവാനും നമ്മുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് കാണുവാനായിട്ടും വിവിധ സ്കൂളുകളിൽ നിന്നും പൊതുജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിദിനം 1,05,000 ലിറ്റർ പാലാണ് പുന്നപ്ര മിൽമ ഡയറിയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. 5,000 ലിറ്റർ തൈര് പ്രതിദിനവും 30,000 ലിറ്റർ നെയ്യ് പ്രതിമാസവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശതാബ്ദി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. പുതിയ സഹകരണ നിയമം അനുസരിച്ച് സഹകരണ മേഖലയിൽ സ്റ്റേറ്റിന്റെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ബാങ്കുകൾ അടക്കം ഇന്ന് സെൻട്രൽ അധികാരപരിധിയിലേക്ക് ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞു.
കാർഡ് ബാങ്കുകളൊക്കെ ഇപ്പോൾ സെൻട്രൽ അധികാരപരിധിയിലേക്ക് മാറുകയാണ്. നബാർഡിന്റെ സാമ്പത്തിക സഹായം വാങ്ങുന്ന ബാങ്കുകൾ ഓട്ടോമാറ്റിക്കായി സെൻട്രൽ അധികാരപരിധിയിലേക്ക് മാറുകയാണ്. അപ്പൊ കേരളം പോലെ ഏറ്റവും വലിയ സമാന്തര സമ്പദ്ഘടനയായി പ്രവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്, ഇപ്പൊ നിങ്ങളൊരു മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ബാങ്കിൽ പെട്ടെന്ന് കിട്ടും. കുട്ടിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് പെട്ടെന്ന് കിട്ടും. ഒരു മരണാനന്തര ചടങ്ങിന് വേണ്ടി പണം വേണമെന്ന് ഈ ബാങ്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ SBIയിലോ ഷെഡ്യൂൾ ബാങ്കിലോ പോയാൽ നിങ്ങൾക്കത് കിട്ടില്ല. കാരണം ജനങ്ങളോടൊപ്പം നിന്നാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അത്തരം ബാങ്കുകളിലെ നിലവിലുള്ള സ്റ്റേറ്റിന്റെ അധികാരങ്ങൾ ഓരോന്നായി കവർന്നെടുത്ത് ഈ ബാങ്കുകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. കേരളം അതിൽ വലിയ പ്രയാസത്തിനും പ്രതിസന്ധിയിലുമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പോകല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ബാങ്കുകളെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ മൗലികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇവിടെ ഇടണം. ആ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ന്യായമായ പലിശയ്ക്ക് വായ്പ ലഭിക്കുകയുള്ളൂ. നിങ്ങളെടുക്കുന്ന വായ്പ സമയത്ത് ഇവിടെ അടച്ചില്ലെങ്കിൽ ഈ ബാങ്കിന് വായ്പ കൊടുക്കാൻ കഴിയില്ല. ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും മന്ത്രി പറഞ്ഞു. ദലീമ ജോജോ MLA അധ്യക്ഷത വഹിച്ചു. KSDP ചെയർമാൻ CB ചന്ദ്രബാബു നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ആർദ്രം പെൻഷൻ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും അമ്പിളി കുടുംബസഹായ ഫണ്ട് വിതരണവും നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ BK സുബിന നിർവഹിച്ചു. മികവ് തെളിയിച്ചവരെ ചേർത്തല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NR ബാബുരാജും സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി B വിനോദും ചേർന്ന് ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് DV വിമൽദേവ്, സെക്രട്ടറി P ജിജിമോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, MK ഉത്തമൻ, ബാബുലാൽ, S സാബു, PR ഹരിക്കുട്ടൻ, PR റോയ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മദ് കായിപ്പുറം ആസാദ് മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. മന്ത്രി P പ്രസാദ് മുൻകൈയെടുത്ത് അനുവദിപ്പിച്ച 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്. P പ്രസാദ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കായപ്പുറം ഗവൺമെന്റ് ആസാദ് മെമ്മോറിയൽ LP സ്കൂളിൽ മന്ത്രി P പ്രസാദ് മുൻകൈയെടുത്ത് അനുവദിച്ച 1.5 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സ്കൂൾ സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. കായപ്പുറം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 2 നിലകളിലായി 7 ക്ലാസ് മുറികളാണ് നിർമ്മിക്കുന്നത്. 2 നിലകളിലും ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ടാകും. 4900 ചതുരശ്ര അടി വലിപ്പത്തിലുള്ള കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. ചേർത്തലയിൽ സ്കൂൾ, അംഗനവാടി എന്നിവയ്ക്കായി 20 കോടിയിലധികം രൂപ വിനിയോഗിച്ചതായി മന്ത്രി പറഞ്ഞു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റിജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, വാർഡ് മെമ്പർ വിനോമ രാജു, പ്രധാനാധ്യാപിക S മിനിമോൾ, സ്കൂൾ വികസന സമിതി ചെയർമാൻ സജീവ്കുമാർ, PTA പ്രസിഡന്റ് ET രമണൻ, സന്തോഷ് ഷൺമുഖൻ, NR മോഹജിത്ത്, ശൈലജ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്കൂൾ തല പലഹാര പ്രദർശനമേളയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ് മുഹമ്മ. കരപ്പുറത്തെ പ്രകമ്പനം കൊള്ളിച്ച ഓഫ് റോഡ് ജീപ്പോട്ട മത്സരം. ചേർത്തലയ്ക്കടുത്ത് അർത്തുങ്കൽ ചമ്പക്കാട്ട് മേഖലയിലെ സ്വകാര്യ ഭൂമിയിലാണ് ഓഫ് റോഡ് ജീപ്പോട്ട മത്സരം സംഘടിപ്പിച്ചത്. ചെളിയും മണ്ണും പൊടിയുമൊക്കെ തെറിപ്പിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ജീപ്പോട്ട മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. കരപ്പുറത്തിന്റെ മണ്ണിലെ പ്രകമ്പനം കൊള്ളിച്ച ചെളി തെറിപ്പിച്ച് ചീറിപ്പാഞ്ഞ ഓഫ് റോഡ് വാഹനങ്ങൾ. കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ ജില്ലാ അഡ്വഞ്ചർ ക്ലബ്ബ് നടത്തിയ സംസ്ഥാനതല സാഹസിക മോട്ടോർ ഡ്രൈവിംഗ് മത്സരമാണ് അർത്തുങ്കലിന് സമീപം ചമ്പക്കാട് സ്വകാര്യ ഭൂമിയിൽ നടത്തിയത്. 5 വിഭാഗങ്ങളായി 56 വാഹനങ്ങളാണ് മത്സരിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലായിരുന്നു മത്സരം.
വളവും തിരിവുകളും എച്ചും എട്ടുമെല്ലാം കടന്ന് ചെളി തെറിപ്പിച്ച് വാഹനങ്ങൾ ചീറിപ്പായുന്നത് കാണാൻ ഒട്ടേറെ വാഹനപ്രേമികളും എത്തി. രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ രാത്രിയും തുടർന്നു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം AM ആരിഫ്, KPCC സെക്രട്ടറി S ശരത്, അർത്തുങ്കൽ ബസിലിക്ക ഡയറക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, ഫാദർ സാംസൺ അഞ്ഞിലിപ്പറമ്പിൽ, ജില്ലാ അഡ്വഞ്ചർ ക്ലബ് പ്രസിഡന്റ് പെറ്റ്സൺ ജോസഫ്, ട്രഷറർ ഗോവിന്ദൻ ആന്റോൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്സരത്തിൽ ഓപ്പൺ ക്ലാസ് ഓവറോൾ ചാമ്പ്യന്മാരായ മുഹമ്മദ് റഫീഖ്, കണ്ണൻ പെരുമ്പാവൂർ എന്നിവർക്ക് AAC കോർഡിനേറ്റർ ദീപ പെറ്റ്സൺ ട്രോഫി നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലെ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. നവംബർ 28 മുതൽ ഡിസംബർ 15 വരെയാണ് തിരുനാളാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമലോത്ഭവ മാതാവിൻ്റെ ദർശന തിരുനാൾ നവംബർ 28 മുതൽ ഡിസംബർ 15 വരെയാണ് ആഘോഷം കൊണ്ടാടപ്പെടുന്നത്. ഈ തിരുനാൾ ദിനത്തിന് മുന്നോടിയായിട്ട് തലേ ദിവസം 27-ാം തീയതി തിരുനാൾ സന്ദേശ വിളംബര റാലി, ഇരുചക്രവാഹന റാലി നടത്തപ്പെടുന്നുണ്ട്. അത് അർത്തുങ്കൽ ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് കൊമ്മാടിയിലേക്കാണ് അത് വന്നെത്തിച്ചേരുന്നത്. അതിനുശേഷം വളരെ ഇടവജനങ്ങൾ മുഴുവനുമായിട്ട് ഒരു തിരുനാൾ സന്ദേശ റാലി നടത്തപ്പെടുന്നുണ്ട്. ഈ സന്ദേശ റാലിയിൽ ഏകദേശം 10,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും. ഈ പള്ളിയുടെ മുറ്റത്ത് അത് വന്നെത്തിച്ചേരുമ്പോൾ മുഴുവനും ജനങ്ങളുടെ കൂട്ടായ്മയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം തിരുനാൾ കൊടിയേറ്റ് ദിനം നവംബർ 28-ാം തീയതിയാണ്. അത് വൈകിട്ട് 8 മണിക്കാണ് നടത്തപ്പെടുന്നത്. ഈ തിരുനാൾ കൊടിയേറ്റിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇടവജനം മുഴുവനും അന്ന് അവിടെ കാണാൻ സാധിക്കും. തിരുനാൾ ദിനങ്ങളിൽ അവർ പല സമയത്തായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ കൊടിയേറ്റിന് അവരെല്ലാവരും തന്നെ, അതും ഒരു 10,000-ഓളം ആളുകൾ പള്ളിയുടെ മുൻവശത്തും പിറകിലും സെമിത്തേരിയുടെ സ്ഥലത്തും എല്ലായിടത്തുമായിട്ട് ഇടവജനം മുഴുവനും തിങ്ങിക്കൂടുന്ന ഒരു സമയമായിരിക്കും അത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലെ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാൾ നവംബർ 28 മുതൽ ഡിസംബർ 15 വരെയുള്ള തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഇതിനു മുന്നോടിയായി 27-ന് തിരുനാൾ സന്ദേശ വിളംബര റാലി അർത്തുങ്കൽ ബസലിക്കയിൽ നിന്നും ആരംഭിച്ച് കൊമ്മാടിയിൽ എത്തിച്ചേരും. സന്ദേശ റാലിയിൽ 10,000-ത്തിലധികം ആളുകൾ അണിനിരക്കും. ആലപ്പുഴ ജില്ലയിലെ വിശ്വപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് തുമ്പോളി പള്ളി. തിരുനാൾ ആരംഭിച്ചിട്ട് 425 വർഷങ്ങൾ പിന്നിടുകയാണ്. 425 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ തുമ്പോളി അമ്മയുടെ രൂപം കപ്പൽ മാർഗം പാരീസിൽ നിന്നും ആലപ്പുഴ ദേശത്തേക്ക് എത്തിച്ചേർന്ന നാൾ മുതൽ തീരദേശത്തിൻ്റെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ് തുമ്പോളി പള്ളി. ഈ വർഷത്തെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി റവറൻ ഫാദർ ജോസ് എലാഡ് കോയിപ്പറമ്പിൽ, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ, KO മൈക്കിൾ, AX ബേബി ആര്യശ്ശേരി, VC ഉറുമീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. കണിച്ചൂളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ. ഇതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ P രാജീവ്, P പ്രസാദ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറി ഭക്ഷണം കഴിച്ച ആദ്യ ഈഴവ പയ്യന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. വെള്ളാപ്പള്ളിയുടെ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള മുതൽ മുടക്ക് ധൈര്യമാണെന്നും P പ്രസാദ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേഡർ പാർട്ടിയായിരുന്ന BJP അലവലാതി പാർട്ടിയായെന്നും വെള്ളാപ്പള്ളി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് വിപുലമായ ഒരുക്കങ്ങൾ. നവംബർ 28 മുതൽ ഡിസംബർ 3 വരെയാണ് കലോത്സവം നടക്കുന്നത്. 13 വേദികൾ, 316 ഇനങ്ങളിലായി 6000 കുട്ടികൾ പങ്കെടുക്കും. CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി B സലിമിനെ തെരഞ്ഞെടുത്തു. 2 ദിവസങ്ങളിലായി കഞ്ഞിക്കുഴിയിലെ PP സ്വാതന്ത്ര്യം സ്മാരക ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 3.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വിരമരുന്ന് നൽകുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.